സംതൃപ്തയല്ല എന്ന് മാത്രമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഗ്യാങ് റേപ്പ് കൂടി എന്നുള്ളതിന് കണക്ക് ആ വകുപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചുരുങ്ങിയ പക്ഷം ജീവപര്യന്തം തടവ്, 6 പേർക്കും ജീവപര്യന്തം തടവ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ കോടതി വിധി ഇപ്പം വന്നിരിക്കുന്നത് അതിപ്പോൾ 20 വർഷം എന്നുള്ളത് അത് കുറേ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് വർഷം കൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അത്യന്തം നികൃഷ്ടവും ഭീകരവുമായിട്ടുള്ള കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ഇത്തരം ആളുകൾക്ക് കൊടുക്കുന്ന ശിക്ഷ അതിൻ്റെ പരമാവധി ശിക്ഷയായിരിക്കണം. അത് കുറ്റവാസനയുള്ള ക്രിമിനലുകൾക്ക് ഭാവിയിലൊരു പാഠമായിരിക്കണം. അതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പ്രോസിക്യൂഷൻ വളരെ ശക്തമായിട്ട് തന്നെ വാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷേ ഈ 6 പ്രതികൾക്ക് ഇപ്പം ഒരു പ്രതിയെ ഒരാളെ ദിലീപ് അടക്കം വെറുതെ വിട്ടതിനെ സംബന്ധിച്ച് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനിടയിൽ വലിയ ആശങ്കയും ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ വേവലാതിയുമാണുള്ളത്. അത് അവർക്ക് തീരെ ദഹിച്ചിട്ടില്ല. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് ദഹിക്കാത്തൊരു കാര്യമാണ് ഇതെങ്ങനെ സംഭവിച്ചു. പക്ഷേ കോടതി വിധി അംഗീകരിക്കല്ലേ നമുക്ക് നിവൃത്തിയുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ 6 പേര് പ്രത്യക്ഷത്തിൽ ഗ്യാങ് റേപ്പിൽ പങ്കെടുത്തവരാണ്. ആര് ചെയ്തു ആര് ചെയ്തില്ല എന്നുള്ള ചോദ്യമേ അതിൽ ഉദിക്കുന്നില്ല. ആര് ചെയ്തു ആര് ചെയ്തില്ല അങ്ങനത്തെ ചോദ്യമില്ല. ഈ 6 പേരും അതിൽ ഇൻവോൾവ്ഡാണ്. അവർ ഗ്യാങ് റേപ്പിൻ്റെ ഭാഗമാണ്. ഇത് ഗൂഢാലോചനയുടെയും കൂടി ഭാഗമാണ് എന്നെല്ലാം വിധി പ്രസ്താവത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. വിധി കൂടുതൽ നമുക്ക് വരട്ടെ, അതിലെന്തൊക്കെയാണുള്ളതെന്ന് കാണാം. പക്ഷേ ഇത്രയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഗൂഢാലോചനയുണ്ട്, ഗ്യാങ് റേപ്പിൻ്റെ ഭാഗമാണ്, മനുഷ്യത്വഹീനമാണ്, അത്യന്തം ക്രൂരമാണ്. ഇങ്ങനെ ഒരാൾ റേപ്പ് ചെയ്യുന്നത് നോക്കിയിട്ട് വീഡിയോ എടുത്ത് രക്തരക്ഷസുകളെ പോലെ അട്ടഹസിച്ച് ചിരിക്കുന്ന കാഴ്ചയല്ലേ നമ്മൾ കണ്ടത്. നമ്മുടെ കേരളത്തിൽ ഇതിന് മുൻപ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അതിൻ്റെ ഗൗരവം എന്ന് പറഞ്ഞാൽ ചെറുതാണോ? അത് കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ വളരെയധികം മാനസികമായി വിഷമിപ്പിച്ച ഒരു സംഭവമല്ലേ. അത്തരമൊരു സംഭവത്തിൽ നമ്മൾ ഇങ്ങനെയൊരു വിധിയല്ല പ്രതീക്ഷിച്ചത്. കുറേ കൂടി ശക്തമായ അതിൻ്റെ ഏറ്റവും പരമാവധി ശിക്ഷ കിട്ടും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഉണ്ടായിരുന്നത്. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിനാണ് അതാണുള്ളത്. അതിപ്പോൾ ഇവിടെയാണുള്ളത്. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ നിയമവകുപ്പ് മന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ വിട്ട ദിലീപിനെതിരെ ആയാലും ഇപ്പോൾ ഈ 6 പേർക്കെതിരെ വന്നിട്ടുള്ള വിധിയായാലും അതെല്ലാം അപ്പീൽ പോകേണ്ടതാണ്. ഇങ്ങനെ പോയാൽ പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്, ഇത്തരം നികൃഷ്ടമായ മനുഷ്യത്വരഹിതമായ കുറ്റം ചെയ്തവർക്കുള്ള ശിക്ഷ അതിൻ്റെ പരമാവധി ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ ഇനിയുള്ള ക്രിമിനലുകൾക്ക്, കുറ്റവാസനയുള്ള ക്രിമിനലുകൾക്ക് ഒരു പാഠമാകൂ. അത് ഇത്രയൊക്കെ ശിക്ഷയുള്ളൂ എന്ന് വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് അതിൽ അപ്പീൽ പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത് അങ്ങേയറ്റം നിർഭാഗ്യകരമായിപ്പോയി. ഇല്ല. കാരണം ഞാൻ ഇത് ആദ്യം മുതൽക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും വായിച്ചിട്ടും കേട്ടും ചാനലുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ വളരെ സമർത്ഥമായിട്ട് ഓരോ വകുപ്പും ഓരോ ഭാഗവും എടുത്തെടുത്ത് ഈ കുറ്റകൃത്യത്തിൻ്റെ ഭയാനകതയെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ആയിക്കഴിഞ്ഞാലും ബഹുമാനപ്പെട്ട കോടതിയുടേതാണല്ലോ വിധി. ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തുനിന്നൊരു വിധി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിധി നമ്മൾ തൽക്കാലം അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അപ്പീൽ പോകുന്നു. എല്ലാ ബഹുമാനപ്പെട്ട ഉയർന്ന കോടതികളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വിധി എന്ന് പറയാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട കോടതിയുടേതാണ് അന്തിമമായ തീരുമാനം. ആ അന്തിമമായ തീരുമാനം ഇപ്പം നമ്മൾ അംഗീകരിക്കുകയും അപ്പീൽ പോവുകയും ചെയ്യുന്നു. നമ്മൾ ആരും മനസ്സാത് സ്വീകരിച്ചിട്ടല്ല. ഇത്തരം ഗൂഢാലോചന ഉണ്ട് എന്ന് വരികയാണെങ്കിൽ ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയണ്ടേ? അത് പറഞ്ഞിട്ടില്ലല്ലോ. ആരാണ് ഇവർ തന്നെ ഈ ക്രിമിനലുകളായിട്ടുള്ള ഈ ഗുണ്ടകളായിട്ടുള്ള 6 പേർ തന്നെ ആലോചിച്ചിട്ടുണ്ടായതല്ല. ഈ ഗൂഢാലോചനയിൽ പിന്നിൽ ആരാണ് ഈ പ്രത്യേകിച്ചും വീഡിയോ എടുക്കാനും IT ആക്ട് പ്രകാരം ഇപ്പോൾ ശിക്ഷ കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ ആരാണെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യപ്പെടുത്തൽ ജനങ്ങളുടെ ജനമനസ്സിൽ അത് ബോധ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കോടതിക്കും കഴിയേണ്ടതുണ്ട്.